വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ്. പരിചയസമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും. വിജയ കോളേജ്, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് 1960. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്കുള്ള തിരച്ചിൽ 5ാം ദിവസവും തുടരുന്നു. കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രതീക്ഷ മങ്ങി. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളി യൂസഫിനായുള്ള തിരച്ചിൽ 5 ദിവസങ്ങൾ പിന്നിട്ടു. വിവിധ ഏജൻസികൾ സംയുക്തമായി നടത്തിയ ഊർജിത തിരച്ചിലുകൾക്കൊടുവിലും യൂസഫിനെ കണ്ടെത്താൻ കഴിയാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച മീറ്റ്ന തടയണ പരിസരത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് മത്സ്യത്തൊഴിലാളി യൂസഫ് ഒഴുക്കിൽപ്പെട്ടത്. സംഭവം നടന്നയുടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ഒഴുക്കിൽപ്പെട്ട തടയണ പരിസരം മുതൽ ഷൊർണൂർ വരെയായിരുന്നു ആദ്യഘട്ടത്തിൽ തിരച്ചിൽ നടത്തിയത്. പിന്നീട് ഷൊർണൂർ, തൃശൂർ ജില്ലയിലെ പയ്യംകുളം, പള്ളം പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചും മുണ്ടായ കടവ് കേന്ദ്രീകരിച്ചും ഫയർഫോഴ്സും ദുരന്ത നിവാരണ സേനയും ഉൾപ്പെടെയുള്ള 2 സംഘങ്ങളായി തിരച്ചിൽ വിപുലപ്പെടുത്തി. കൂടാതെ പട്ടാമ്പിയിലും വെള്ളിയാങ്കല് തടയണയിലും മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു. 5 ദിവസങ്ങൾ പിന്നിട്ടിട്ടും യൂസഫിനെ കണ്ടെത്താൻ കഴിയാതിരുന്നത് ബന്ധുക്കളെയും നാട്ടുകാരെയും നിരാശരാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച ഒറ്റപ്പാലം തഹസിൽദാർ CM അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം മായന്നൂർ പാലത്തിന് മുകളിൽ നിന്നും ഡ്രോൺ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക്